ഷാലോം ടി വിയുടെ പ്രേക്ഷകരായ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള, നമ്മളേറെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ്. വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ഏപ്രിൽ 24-നാണ് ആഘോഷിക്കുന്നത്. പൗരസ്ത്യ സഭകളിൽ, പാശ്ചാത്യ സഭയാകുന്ന ലത്തീൻ സഭയിൽ 23-ാം തീയതിയും കൊണ്ടാടുന്നു. വിശുദ്ധ ഗീവർഗീസിനോട് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ഗീവർഗീസിന് സ്ഥാനമുണ്ടെങ്കിലും വിശുദ്ധ ഗീവർഗീസിൻ്റെ ജീവിതത്തിലേക്ക് പലപ്പോഴും നമ്മളേറെ കടന്നു വന്നിട്ടില്ല. അടുത്ത കാലങ്ങളിലെ സഭ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ പരിശോധിച്ച കൂട്ടത്തിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ ജീവചരിത്രം അധികമൊന്നും കാണപ്പെട്ടില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സഭയുടെ ചരിത്രപരമായ രേഖകൾ നോക്കുമ്പോൾ ഗീവർഗീസിനെ പറ്റിയുള്ള രേഖകൾ വളരെ കുറവാണ്. പക്ഷേ ഗീവർഗീസിനുള്ള ഭക്തിയും ആദരവും സ്നേഹവും എന്നും ജനഹൃദയങ്ങളുണ്ടായിരുന്നു. പാരമ്പര്യപ്രകാരം വിശുദ്ധ ഗീവർഗീസ് കപ്പദോച്ചിയയിൽ, ഏഷ്യ മൈനർ പ്രദേശത്തിനടുത്തുള്ള കപ്പദോച്ചിയയിൽ ജനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. AD 269-ലാണ് അദ്ദേഹം ജനിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരുകളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചവനും രാജവംശത്തിൽ പിറന്നവനും ഉന്നതമായ സൈന്യത്തിലെ ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്നവനുമാണെന്ന് പറയപ്പെടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയും ഒരു പ്രഭു കുടുംബത്തിലെ ആളായിരുന്നു. അപ്പോൾ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനത്തുണ്ടായിരുന്ന രണ്ട് വ്യക്തികളുടെ മകനായിട്ടാണ് ഗീവർഗീസ് കണക്കാക്കപ്പെടുന്നത്. മാതാപിതാക്കൾ ക്രിസ്ത്യാനികളും ദൈവവിശ്വാസമുള്ളവരായതുകൊണ്ട് വിശുദ്ധ ഗീവർഗീസിൻ്റെ ജീവിതത്തെയും അതേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗീവർഗീസിൻ്റെ ചരിത്രകാരന്മാർ പറയുന്നത് വിശുദ്ധ ഗീവർഗീസിൻ്റെ പിതാവ് ഗീവർഗീസ് നന്നേ ചെറുപ്പത്തിൽ മരിച്ചു എന്ന് പറയുന്നത്. അമ്മ വിശ്വാസത്തിൽ ഈ മകനെ ഏറ്റവും ആഴത്തിൽ വളർത്തുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലും വരണം, മാതാപിതാക്കളുടെ ജീവിതം എത്രയോ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നു. പ്രത്യേകിച്ച് അമ്മമാർ നൽകുന്ന പരിശീലനം, അതാണ് കുഞ്ഞു മനസ്സിലും പിന്നീട് മുതിർന്ന മനസ്സിലും ഉറച്ചു നിൽക്കുന്നത് എന്നുകൂടി ഒരു ചിന്ത ഇവിടെ നമുക്ക് പുലർത്തുന്ന നന്നായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, കത്തോലിക്ക സഭ ആദ്യകാലം മുതൽ പീഡനങ്ങളിലൂടെ കടന്നു വന്ന സഭയാണ്. പ്രത്യേകിച്ച് ഈശോയുടെ കാലശേഷം അപ്പസ്തോലന്മാരുടെ കാലഘട്ടം തുടങ്ങി പീഡനങ്ങളുടെ കാലഘട്ടമായിരുന്നു. AD 60 മുതൽ ഏതാണ്ട് 300 വരെ, AD 300 വരെയുള്ള പീഡന കാലഘട്ടം. ഇതിലാദ്യത്തെ ഈ വർഷങ്ങൾ വലിയ പീഡനങ്ങളുടെ കാലഘട്ടമാണ് കണക്കാക്കപ്പെടുന്നത്. നീറോ ചക്രവർത്തിയുടെ കാലം പ്രത്യേകിച്ചും. നീറോ ചക്രവർത്തിക്ക് ശേഷം വന്നിരുന്ന ആൾ ഡയക്ലീഷ്യൻ ചക്രവർത്തിയാണ്. നീറോയേക്കാൾ ഭയങ്കരമായ പീഡകനായിരുന്നു ഡയക്ലീഷ്യൻ എന്ന് പറയാറുണ്ട്. ക്രിസ്ത്യാനികളെ കഴുത്തറുത്ത് കൊല്ലുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഹരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇടക്കാലത്ത് വന്ന ട്രാജനും ഹാഡ്രിയാൻ്റെ കാലഘട്ടങ്ങളിലൊക്കെയും പീഡനങ്ങൾ ഒക്കെ വലിയ ക്രൂരത കുറഞ്ഞിരുന്നു എന്ന് സൂചിപ്പിക്കാറുണ്ട്. ഡാസിയസ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 249 കാലഘട്ടങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും വലിയ പീഡനങ്ങളിലൂടെയാണ് കടന്നു പോന്നിരുന്നത്. ആ പീഡനങ്ങൾ മാത്രമല്ല, റോമൻ രാജാക്കന്മാരെ ദേവന്മാരായിട്ട് അംഗീകരിക്കാൻ ഉള്ള ആജ്ഞ തന്നെ പുറപ്പെടുവിച്ചതായിട്ട് നമ്മൾ കാണാൻ കഴിയും. യഥാർത്ഥ രാജാവും ദൈവമായ ദൈവത്തെ മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് രാജാക്കന്മാരെ ദൈവമായിട്ട് ആരാധിക്കുക, ഏറ്റുപറയുക. പക്ഷെ പലപ്പോഴും ക്രൈസ്തവർ അതിന് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പീഡനങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. ആദ്യകാലത്തെ പറ്റി പറയുമ്പോൾ 10 രാജാക്കന്മാർ അടുപ്പിച്ച് വലിയ പീഡനങ്ങൾ നടത്തിയിരുന്നുകൊണ്ട് മതപീഡന ദശകം എന്ന് തന്നെ വിശേഷിപ്പിക്കാറുണ്ട് ആ കാലഘട്ടത്തെ. വിശുദ്ധ ഗീവർഗീസ് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. ഗീവർഗീസിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ചെറുപ്പത്തിലെ ക്രൈസ്തവ ബാലനായി വളർന്നു വന്നിരുന്ന ഗീവർഗീസ് പ്രായപൂർത്തിയായപ്പോൾ പട്ടാളത്തിൽ ചേരുന്നത് നമ്മൾ കാണുകയാണ്. മഹത്വമുള്ള കുടുംബങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ പ്രഭു കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് അന്ന് പട്ടാളത്തിൽ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പട്ടാള പ്രവേശനം ഗീവർഗീസിനെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായിരുന്നില്ല, എളുപ്പമുള്ള കാര്യമായിരുന്നു. ആ കാലഘട്ടത്തിൽ പലപ്പോഴും ക്രൈസ്തവർ തന്നെ വേഷം മാറി പട്ടാളത്തിൽ ചേർന്നിരുന്നതായിട്ട് പറയുന്നുണ്ട്. അവരുടെ അജ്ഞാതമായിട്ടുള്ള സാന്നിധ്യം
അനേകം ക്രൈസ്തവർക്ക് പ്രചോദനം നൽകിയെന്ന് സൂചിപ്പിക്കപ്പെടാറുണ്ട്. വിശുദ്ധ ഗീവർഗീസ് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിലാണ് പട്ടാളക്കാരനായി തീരുന്നത്. ഗീവർഗീസിൻ്റെ ധീരതയും ദൗത്യ നിർവഹണത്തോടുള്ള ആ പ്രതിബദ്ധതയും അതോടൊപ്പം തന്നെ കാര്യബോധവും ഇതെല്ലാം ചക്രവർത്തിയെ ഹഠാതെ ആകർഷിച്ചതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ചക്രവർത്തിയുടെ പ്രീതിക്ക് ഗീവർഗീസ് പാത്രീഭൂതനായി എന്നാണ് പറഞ്ഞത്. പടിപടിയായി വളർന്ന് ചക്രവർത്തിയുടെ അംഗരക്ഷകനായി തീർന്നു ഗീവർഗീസ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശുദ്ധ ഗീവർഗീസ് ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്ന കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മയിലുണ്ടാകട്ടെ. സഞ്ചാര സ്വാതന്ത്ര്യം ഡയക്ലീഷ്യൻ ചക്രവർത്തി ഗീവർഗീസ് നൽകിയെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഫലമായിട്ട് മറ്റ് പല രാജ്യങ്ങളും സന്ദർശിക്കാനും രഹസ്യത്തിൽ അവിടെയുള്ള ക്രൈസ്തവരെ കാണാനും അവർക്കൊക്കെ ശക്തി പകരാനും പീഡനങ്ങളൊക്കെ പിടിച്ചു നിൽക്കുവാനുള്ള കരുത്ത് പകരാനും ഗീവർഗീസിന് സാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സാധാരണ വിശുദ്ധ ഗീവർഗീസിൻ്റെ ആ ചിത്രത്തിൽ കാണുന്ന ആ ഒരു വലിയ സർപ്പത്തെ കൊല്ലുന്ന സംഭവം നടക്കുന്നത്. അതൊരു കഥ പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. ഒരു പ്രദേശത്ത് ഒരു ഉഗ്രസർപ്പമുണ്ടായിരുന്നു. ആ ഉഗ്രസർപ്പം ആളുകൾ ഇങ്ങനെ തൻ്റെ ഭക്ഷണം തേടി ഇറങ്ങുമായിരുന്നു. കൈ കിട്ടുന്നവരെ പിടിച്ച് തിന്നുക ഇതായിരുന്നു. അവസാനം സർപ്പവും നാട്ടുകാരും തമ്മിലൊരു ഒരു ഒരു എഗ്രിമെൻ്റ് പോലെ വന്നു എന്നൊക്കെ പറയപ്പെടുന്നത്. തനിക്ക് ആവശ്യമുള്ള മൃഗങ്ങളെയും ഓരോ ആഴ്ചയിലും ഒരു മനുഷ്യനെയും സർപ്പത്തിന് കൊടുക്കുന്ന ഒരു രീതി, ഒരു പാരമ്പര്യം കേൾക്കുകയാണ്. വിശുദ്ധ ഗീവർഗീസ് ഒരിക്കൽ സഞ്ചാര മധ്യത്തിലാണ് കടന്നു പോകുമ്പോൾ ഒരു ഗുഹയുടെ വാതിക്കൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു, നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. ആ സ്ത്രീ ഗീവർഗീസിനോട് പറയുക, നിങ്ങളിവിടെ നിൽക്കേണ്ട, നിങ്ങൾ പൊയ്ക്കൊള്ളുക. ഗീവർഗീസ് ചോദിക്കുക, എന്താണ് സംഭവം? അപ്പോൾ ആ സ്ത്രീ സംഭവങ്ങളെല്ലാം പറയും. ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ നിന്ന് ഓരോ ആഴ്ചയിലും ഈ സർപ്പത്തിന് കൊടുക്കപ്പെടുവാൻ വേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കപ്പെടണം. ആ വ്യക്തി സമർപ്പിക്കപ്പെടും, കൂട്ടത്തിൽ മൃഗങ്ങളെയും. ഈ ആഴ്ചയിൽ സമർപ്പിക്കപ്പെടാൻ വേണ്ടി പിടിക്കപ്പെട്ടവൾ ഞാനാണ്. ഞാൻ മരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ വില്ലേജിലുള്ള എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സർപ്പം ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഓടി വരികയാണ്. വിശുദ്ധ ഗീവർഗീസ് തൻ്റെ കുന്തം കൊണ്ട് സർപ്പത്തെ കുത്തി കൊല്ലുന്ന രംഗം കാണുന്നു. അതാണ് നമ്മൾ ഗീവർഗീസിൻ്റെ ചിത്രത്തിന് മുമ്പിൽ കാണുന്ന സാധാരണ സർപ്പത്തെ നേരിടുന്ന വിശുദ്ധ ഗീവർഗീസിന്. ഇതൊരു മിത്ത്, ഒരു 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 സംഭവകഥയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ. എങ്കിലും അവരുടെ ഒരു വിശ്വാസം അങ്ങനെയായിരുന്നു. അങ്ങനെ ആ ഗ്രാമവും ഗ്രാമവാസികളും മുഴുവൻ ആ സർപ്പത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിതനായി. അപ്പോൾ സാധ്യതയുണ്ട് വിശുദ്ധ ഗീവർഗീസ് ഒരു അശ്വസേനയുടെ ആളെന്ന നിലയിൽ പ്രാവീണ്യമുള്ള ഒരു വ്യക്തിത്വം ആയിരുന്നു. അതുകൊണ്ട് ആ സർപ്പത്തിനെതിരായി പോരാടാനുള്ള ശക്തിയും കരുത്തും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കണം. ഏതായാലും ജനങ്ങൾ അന്നു മുതൽ വിശുദ്ധ ഗീവർഗീസിനോട് വലിയ ആദരവോടും സ്നേഹത്തോടും കൂടി വർദ്ധിച്ചു എന്നുള്ള സൂചന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ വിശുദ്ധ ഗീവർഗീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡയക്ലീഷ്യൻ ചക്രവർത്തി പറയുന്നത് രാജാവിനെ ദൈവമായി ആരാധിക്കണം എന്ന കൽപ്പന വരികയുണ്ടായി. അതെല്ലാവരും അംഗീകരിക്കണം, ഏറ്റുപറയണമെന്ന് തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും അത് വിശുദ്ധ ഗീവർഗീസിനെ സംബന്ധിച്ചിടത്തോളം വിഷമമുള്ള കാര്യമായിരുന്നു. അദ്ദേഹം പരസ്യമായി രാജകൽപ്പനയെ എതിർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഡയക്ലീഷ്യന് ഗീവർഗീസിനോട് താല്പര്യമുള്ളായിരുന്നുകൊണ്ട് അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഗീവർഗീസിനോട് പറയുകയാണ്. എന്നിട്ട് രഹസ്യമായി തൻ്റെ ജോലി തുടരാൻ അനുവദിക്കുന്നുമുണ്ട്. പക്ഷേ വിശുദ്ധ ഗീവർഗീസ് രാജാവിനോട് വിശ്വസ്തനായിരുന്നതിനോടൊപ്പം തന്നെ തൻ്റെ വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതായിട്ടും മറ്റുള്ളവരെ ആ വിശ്വാസം ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒത്തിരി നാൾ ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല. പലപ്പോഴും വിശുദ്ധ ഗീവർഗീസ് പരസ്യമായി തൻ്റെ വിശ്വാസം ഏറ്റുപറയേണ്ടി വന്നിട്ടുണ്ട്. തൻ്റെ വിശ്വാസികൾ, തൻ്റെ സഹപ്രവർത്തകരായ ക്രൈസ്തവ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നതും വിശ്വാസത്തിൽ പരീക്ഷിക്കപ്പെടുന്നതുണ്ടായ അവസരങ്ങളൊക്കെയും അവർക്ക് ബലം പകർന്നുകൊണ്ട് പലപ്പോഴും വിശുദ്ധ ഗീവർഗീസ് പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ക്രൈസ്തവർക്ക് ആവേശം പകർന്നു, അവർക്ക് ഈശോയ്ക്ക് വേണ്ടി മരിക്കുവാനുള്ള ശക്തി പകർന്നതായിട്ട് ചരിത്രം സൂചിപ്പിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും രാജാവ് ക്രൂദ്ധനായി തീരുകയാണ് ചെയ്തത്. തനിക്ക് ഗീവർഗീസിനോട് ഇഷ്ടമായിരുന്നെങ്കിലും പടിപടിയായിട്ട്
ഡയക്ലീഷ്യൻ ചക്രവർത്തി ഗീവറീസിനെ പീഡിപ്പിക്കാൻ തുടങ്ങി നമ്മൾ കാണും. അങ്ങനെ ഡയക്ലീഷ്യൻ ചക്രവർത്തി ഗീവറീസിനെ തടങ്കലിൽ അടയ്ക്കുന്ന ചരിത്രം നമ്മൾ കാണുകയാണ്. ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ജയിലിൽ കടന്നുകൊണ്ടും വിശുദ്ധ ഗീവറീസ് തൻ്റെ വിശ്വാസ സാക്ഷ്യം വഹിച്ചു. ജയിലിൽ നിന്ന് അത്ഭുതാവഹമായി രക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ഗീവറീസ്. അത് പ്രത്യേകമായി ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. ജയിലിൽ കിടക്കുമ്പോഴും കർത്താവായ ഈശോ വിശുദ്ധ ഗീവറീസിനെ പ്രത്യക്ഷപ്പെടുന്നതും സംസാരിക്കുന്നതും ആ കടന്നിരുന്ന ജയിൽ മുഴുവൻ പ്രകാശപൂരിതമായി തീരുന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ട പട്ടാളക്കാരും മനസ്സ് തിരിയുന്നു മാനസാന്തരപ്പെടുന്നതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഗീവറീസിനെ നേരിടാനായിട്ട് രാജാവ് തന്നെ മന്ത്രവാദികളെ കൊണ്ടുവരും നമ്മൾ കാണുന്നുണ്ട്. വലിയ മന്ത്രവാദത്തിലൂടെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ക്ഷുദ്രപ്രവർത്തകരെ കൊണ്ടുവരുന്നത് കാണുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്ന ഒരാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നസാനിയൂസ് എന്ന് പറയുന്ന ഒരു വലിയ ക്ഷുദ്രപ്രയോഗനെ കൊണ്ടുവരുന്നുണ്ട്. അവൻ പഠിച്ച പണികളെല്ലാം ഗീവറീസിനെതിരായിട്ട് എടുത്തിട്ടും ഗീവറീസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഗീവറീസിൻ്റെ വിശ്വാസവും ദൃഢതയും കണ്ട് അവസാനം അവൻ തന്നെയും മനസ്സ് മാറുന്നതും പരാജയപ്പെടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഈ സമയത്താണ് ഡയക്ലീഷ്യൻ ചക്രവർത്തി റോമൻ ദേവനായ അപ്പോളോസിനെ ആരാധിക്കാനായിട്ട് പ്രഖ്യാപനം നടത്തുന്നത്. ഗീവറീസിനെയും പ്രേരിപ്പിക്കുകയാണ്. ആദ്യമൊക്കെ അതിന് സമ്മതിച്ചില്ലെങ്കിലും ഒരു ദിവസം ഗീവറീസ് അപ്പോളോ ദേവനെ ആരാധിക്കാം എന്ന് സമ്മതിക്കുന്നതായിട്ട് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഒരു വലിയ മനംമാറ്റം ഗീവറീസ് വരികയാണ്. അത് ക്രിസ്ത്യാനികളായ എല്ലാവരെയും ദുഃഖിപ്പിച്ചു. തങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ടവനായി തങ്ങൾക്ക് ശക്തി പകരുന്നവനായി കരുതിയിരുന്ന ഗീവറീസ് തൻ്റെ വിശ്വാസം ഉപേക്ഷിച്ച് അപ്പോളോ ദേവനെ ഏറ്റുപറയാൻ പോകുന്നു. നാട് മുഴുവൻ വാർത്തയായി. ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഈ അപ്പോളോ ദേവനെ പരസ്യമായി ഏറ്റുപറയാനുള്ള സാഹചര്യം വരികയാണ്. കൊട്ടാരവും പരിസരവും മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പേഗൻസ് ആയിട്ടുള്ള ആളുകൾ, വിജാതിരായ ആളുകളെല്ലാം ഗീവറീസ് അപ്പോളോ ദേവനെ ഏറ്റുപറയുന്ന ആകാംക്ഷയോടെ കേൾക്കാനായിട്ട് നോക്കി നിൽക്കുകയാണ്. ക്രിസ്ത്യാനികൾ കർത്താവായ ഈശോയോട് പ്രാർത്ഥിച്ചു തങ്ങളുടെ നേതാവിനു വേണ്ടി. അവസാനം സംഭവിച്ചത് എന്താണ്? അപ്പോളോ ദേവൻ്റെ വിഗ്രഹത്തിന് മുമ്പിലേക്ക് കടന്നു വന്ന വിശുദ്ധ ഗീവറീസ് ചെയ്താണ് അപ്പോളോ ദേവനോട് പറയുകയാണ്, സർവ നന്മ സ്വരൂപനായ മിശിഹായ്ക്ക് തുല്യമായ അർപ്പണവും ആരാധനയും ലഭിക്കുവാൻ നിനക്ക് അർഹതയുണ്ടോ? ആ മാത്രയിൽ തന്നെ അപ്പോളോ ദേവൻ്റെ വിഗ്രഹം ഇളകി മറിഞ്ഞ് താഴെ വീണത് നശിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവായ ഈശോയുടെ ആ സാന്നിധ്യത്തിന് മുമ്പിൽ ഒരു വിഗ്രഹത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അനേകരും മാനസാന്തരപ്പെടുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്ക് സന്തോഷമായി തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തീരുമാനമെടുക്കുന്നു. പക്ഷേ ഡയക്ലീഷ്യൻ ചക്രവർത്തി കൂടുതൽ ക്രൂരനായി തീരുകയാണ് ചെയ്തത്. ഇനി ഇവന് വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വീണ്ടും ജയിലിലേക്ക് ഗീവറീസിനെ പറഞ്ഞു വിടുന്നത് നമ്മൾ കാണുന്നത്. പലതരത്തിലുള്ള പീഡനങ്ങൾ മാറി മാറി വരുന്നത് കാണുകയാണ്. പക്ഷെ എല്ലാ പീഡനങ്ങളും നടുവിലും തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞും തൻ്റെ സഹപ്രവർത്തകർക്കും തൻ്റെ നാട്ടിലുള്ള ക്രൈസ്തവർക്കും ബലം പകർന്നുകൊണ്ട് ശക്തി പകർന്നുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഗീവറീസിനെ കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത, ഗീവറീസിൻ്റെ സ്നേഹിതനായ പാഷ്യാക്രാറ്റസ് എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്. ഇയാൾ ഒരു ക്രൈസ്തവനാണ്. അയാൾ എല്ലാ ദിവസവും ഗീവറീസിനെ കാണാൻ വരുമായിരുന്നു. ജയിലിൽ കാണാൻ വരുന്നത് വെറുതെ ആയിരുന്നില്ല. രാജാവിൻ്റെ പട്ടാൾക്കാർക്ക് അറിഞ്ഞുകൂടായിരുന്നെങ്കിലും എല്ലാ ദിവസവും വരുമ്പോഴും വിശുദ്ധ കുർബാനയും വഹിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. ജയിലിൽ കടന്നിരുന്ന വിശുദ്ധ ഗീവറീസിനെ സഹിക്കാനും പിടിച്ചു നിൽക്കാനും ധീരതയോടെ ഈശോയ്ക്ക് സാക്ഷി വഹിക്കാനുള്ള കരുത്ത് കിട്ടിയിരുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, ഈ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ കുർബാനയുടെ ശക്തി, കരുത്തിനെ പറ്റി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ആധുനിക കാലഘട്ടത്തിലും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ജയിലുകളിൽ അടയ്ക്കപ്പെടുമ്പോൾ ഇന്നും അവരുടെ ശക്തി വിശുദ്ധ കുർബാന തന്നെയാണ്. യമനിലെ ഭീകരരുടെ പിടിയിൽ നിന്ന് വിമോചിതനായ ടോം ഉഴുന്നാലച്ചൻ പറഞ്ഞതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. ടോമച്ചനോട് കൂടി കുറേ സമയം ചെലവഴിക്കാൻ സാധിക്കുകയുണ്ടായി. അപ്പോഴും ടോമച്ചൻ പറഞ്ഞു, ആ കുർബാന അർപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നെങ്കിലും, അതിനുള്ള സാമഗ്രികളൊന്നുമില്ലായിരുന്നെങ്കിലും തനിക്കറിയാമായിരുന്ന കുർബാന പ്രാർത്ഥനകൾ
ഓരോ ദിവസവും മാനസികമായിട്ട് ഉരുവിടുമ്പോൾ കിട്ടിയ ആ ശക്തിയെപ്പറ്റി പറയുകയാണ്. ദൈവം തന്നെ ഉപേക്ഷിക്കുകയില്ല, അതൊരു ശക്തിപ്പെടുന്ന അനുഭവം. പാശ്ചാക്രാറ്റസും അതുപോലെ തന്നെ എല്ലാ ദിവസവും തൻ്റെ സുഹൃത്തായ വിശുദ്ധ ഗീവറീസിനെ കാണാൻ ചെല്ലും, വിശുദ്ധ കുർബാനയോട് ചെന്നിരുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വിശുദ്ധ ഗീവറീസ് പറയുന്നുണ്ട്, പാശ്ചാക്രാറ്റസിനോട് പറയും, ഞാൻ എൻ്റെ മരണം അടുത്തിരിക്കുകയാണ്. ഈ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന് സ്നേഹിതന് വലിയ ദുഃഖമായി. ഗീവറീസ് കാണാതെ മുഖം തിരിച്ച് കരഞ്ഞ കാര്യമൊക്കെ പറയുന്നുണ്ട്. വിശുദ്ധ ഗീവറീസ് തൻ്റെ കൂട്ടുകാരനെ സ്വാതന്ത്ര്യപ്പെടുത്തി അയച്ചു. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ കഴിയുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. ഒപ്പം വിശുദ്ധ ഗീവറീസ് പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ ലിഡിയായിൽ അടക്കണമെന്ന കാര്യം പറയുന്നുണ്ട്. ലിഡിയ എന്നൊക്കെ പറയുന്ന സ്ഥലം നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, പീഡനങ്ങൾ വളരെ ക്രൂരമായി തുടർന്നുകൊണ്ടിരുന്നു. ചെറുപ്രായമായിരുന്നു വിശുദ്ധ ഗീവറീസിന്. 33 വയസ്സ്, കർത്താവിൻ്റെ പ്രായമായിട്ടാണ് സൂചിപ്പിക്കപ്പെടുന്നത്. കൃത്യമായൊരു കണക്കില്ലെങ്കിൽ അങ്ങനെയാണ് പൊതുവിശ്വാസം. പക്ഷേ നിരന്തരമായ പീഡനങ്ങളിലൂടെ, മാനസിക സംഘർഷങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ വ്രണപ്രായമായി തീർന്നു. അദ്ദേഹം വലിയ വൃദ്ധനെ പോലെ കാണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അവസാനം ഡയക്ലീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചു. പട്ടാളക്കാരനെ ഏൽപ്പിച്ചു. പട്ടാളക്കാരൻ അത് പറഞ്ഞു, നീ നാളെ വധിക്കപ്പെടാൻ പോവുകയാണ്. ആ രാത്രി മുഴുവൻ സന്തോഷത്തോടുകൂടിയും പ്രാർത്ഥനയോടും കൂടി ചെലവഴിക്കുന്ന ഗീവറീസിനെ പറ്റി പറയുന്നു. പിറ്റേ ദിവസം പട്ടാളക്കാരൻ കൊണ്ടുപോയി ആ പട്ടാളക്കാരുടെ നടുവിൽ വെച്ച് ഒരിക്കൽ കൂടി ഈശോയുടെ വിശ്വാസം ഏറ്റുപറയുന്ന ഗീവറീസ് നമ്മൾ കാണുകയാണ്. മുട്ടുകുത്തി രാജാവിന് വേണ്ടിയും ജനത്തിനു വേണ്ടിയും ക്രൈസ്തവർക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഗീവറീസിനെ കാണുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പട്ടാളക്കാരൻ വന്ന് കഴുത്ത് വെട്ടി ശിരസ് വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നത്. ശിരസ്സും ഉടലും തമ്മിൽ വിച്ഛേദിക്കപ്പെട്ടു, രക്തസാക്ഷിയായി തീരുകയാണ്. അപ്പോൾ കർത്താവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി തീരുവാൻ തയ്യാറായ വിശുദ്ധ ഗീവറീസ് ഒരുപക്ഷെ രാജാവിനോട് ചേർന്ന് നിന്നിരുന്നെങ്കിൽ സൈന്യത്തിൽ വലിയ സ്ഥാനം കിട്ടുമായിരുന്ന വ്യക്തി ഇല്ല. യേശുവിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈശോയാണ് തൻ്റെ സർവസ്വവും, തൻ്റെ ഹൃദയത്തിൻ്റെ നാഥൻ. അത് ഏറ്റുപറയാൻ തയ്യാറായപ്പോൾ രക്തസാക്ഷിയായി മാറി. വിശുദ്ധ ഗീവറീസിൻ്റെ രക്തസാക്ഷിത്വം അനേകം ക്രൈസ്തവർക്ക് ഉണർവ് നൽകി. ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്നെയും ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭാര്യ, അവർ രഹസ്യത്തിൽ അവർ ക്രിസ്ത്യാനിയായിരുന്നു. അവരും മകളും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് ചക്രവർത്തിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവർ വന്ന് ചക്രവർത്തിയോട് പറയുന്നുണ്ട്, വിശുദ്ധ ഗീവറീസിനെ ഉപദ്രവിക്കരുത്, അദ്ദേഹം പുണ്യപ്പെട്ട ഒരു മനുഷ്യനാണ്. ചക്രവർത്തി ചോദിക്കും, നീയും അവൻ്റെ വിശ്വാസിയാണോ? അവസാനം ചക്രവർത്തി തന്നെയും തൻ്റെ ഭാര്യയെ ചോദ്യം ചെയ്യും, നീ ആരെയാണ് ആരാധിക്കുന്നത്? അവർ ധീരതയോട് പറയും, ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ്, ഞാൻ ഈശോയെ ഏറ്റുപറയുന്നു. സ്വന്തം ഭാര്യയെയും മകളെയും കൊല്ലുവാൻ രാജാവ് കൽപ്പന കൊടുത്തു. അപ്പോൾ എന്തോ ഒരു ക്രൂരതയാണ് വിശ്വാസത്തിനെതിരായിട്ട് നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ അവരും രക്തസാക്ഷികളായി തീർന്നു. ഈ ഭാര്യയുടെയും അലക്സാണ്ട്ര എന്നാണ് പേര്, അലക്സാണ്ട്രയുടെയും മകളുടെയും രക്തസാക്ഷിത്വം സ്ത്രീകൾക്ക് ഒത്തിരി ശക്തി പകർന്നെന്നാണ് പറയപ്പെടുന്നത്. അവരും തങ്ങളുടെ വിശ്വാസം ഏറ്റുപറയാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നു. അനേകർ മരിച്ചു. ഈ രക്തസാക്ഷികളുടെ ജീവിതം, അവരുടെ രക്തസാക്ഷിത്വം സഭയ്ക്ക് കൂടുതൽ ഉണർവ് നൽകിയിട്ടുണ്ട്. അനേക രക്തസാക്ഷികളെ നമുക്ക് സഭയെ കണ്ടെത്താൻ കഴിയും. വിശുദ്ധ ഗീവറീസ് AD 303 വധിക്കപ്പെട്ടെന്ന് പറയുന്നു. 269 അപ്പോൾ എത്ര വയസ്സാണ്? 34 വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ. 34 വയസ്സുള്ളപ്പോൾ രക്തസാക്ഷിയായി തീർന്നു. അനേകം അത്ഭുതങ്ങൾ പിന്നീട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിശുദ്ധ ഗീവറീസിനെ ബന്ധപ്പെട്ട് AD 494 ഗലേഷ്യസ് മാർപ്പാപ്പ അൾത്താരയിലെ വണക്കത്തിനായിട്ട് വിശുദ്ധ ഗീവറീസിനെ ഉയർത്തിയാണ്. AD 494 അതിനു മുമ്പും അതിന് ശേഷവും നമുക്ക് കാണാൻ കഴിയും. ഗ്രീക്ക് സഭയിലും പാശ്ചാത്യ സഭയിലൊക്കെ വിശുദ്ധരോട് ഭക്തി ഇങ്ങനെ വളർന്നു വന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. 1349 എഡ്വേർഡ് മൂന്നാമൻ മാർപ്പാപ്പ വിശുദ്ധനെ ഇംഗ്ലണ്ടിൻ്റെ സംരക്ഷണമായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഗ്രീക്കുകാർ വിശുദ്ധ ഗീവറീസിനെ മഹാരക്തസാക്ഷിയായിട്ടാണ് കണക്കാക്കിയത്. അങ്ങനെ വിളിച്ചിരുന്നു, മഹാരക്തസാക്ഷി എന്നാണ് വിളിച്ചിരുന്നത് വിശുദ്ധ ഗീവറീസിനെ പറ്റി. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, പടയാളികളുടെ മധ്യസ്ഥനായിട്ട് സഭ വിശുദ്ധ ഗീവറീസിനെ അവരോധിക്കുന്നുണ്ട്. പടയാളികളുടെയും കൃഷിക്കാരുടെയും
യുവതികളുടെയും സംരക്ഷണക്കായിട്ട് കണക്കാക്കുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലൂടെയുള്ള ഒരു ഖ്യാതി വിശുദ്ധ ഗീവർഗീസിന് ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. 1868 ലിഡായിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ ശവകുടീരം കണ്ടെത്തിയെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ AD 303 മരിച്ച ലിഡായിൽ അടക്കം ചെയ്യപ്പെട്ട ആ ശവകുടീരം 1868 ഗവേഷണത്തിൻ്റെയൊക്കെ ഫലമായിട്ട് അതിൻ്റെ ശവകുടീരം കണ്ടെത്തിയെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഗീവർഗീസ് നമുക്കറിയാം ഇംഗ്ലണ്ടിൻ്റെയും ജർമ്മനിയുടെയും പോർച്ചുഗലിൻ്റെയും പേട്രനാണ്. അതുകൊണ്ട് ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ചരിത്രപരമായ ചില അവ്യക്തതകളൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യ ഹൃദയങ്ങളിൽ എപ്പോഴും വിശുദ്ധരുടെ ഭക്തി ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിലെയും പേട്രനായിട്ട്, രക്ഷാധികാരിയായിട്ട് ഗീവർഗീസിനെ അംഗീകരിച്ചിരിക്കുക ഇംഗ്ലണ്ടും പോർച്ചുഗലും ജർമ്മനിയും. കൂടാതെ നമുക്കറിയാൻ സാധിക്കും വലിയ പട്ടണങ്ങളായ ഇറ്റലിയിൽ തന്നെ വെനീസിൻ്റെയും അതോടൊപ്പം തന്നെ ജേനോവ പട്ടണത്തിൻ്റെയും മധ്യസ്ഥനായിട്ട് വിശുദ്ധ ഗീവർഗീസിനെ കണക്കാക്കുന്നത്. ബെനഡിക്റ്റ് 14 മാർപ്പാപ്പ ഔദ്യോഗികമായി വിശുദ്ധ ഗീവർഗീസിനെ ഇംഗ്ലണ്ടിൻ്റെ പേട്രനായിട്ട് അവരോധിക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗീവർഗീസിൻ്റെ ജീവചരിത്രത്തേക്ക് തിരിഞ്ഞു നോട്ടമാണ് നമ്മൾ നടത്തിയത്. ഇത് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചരിത്രപരമായ രേഖകളിൽ നിന്നല്ല, ഊഹാഭോഗങ്ങളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും വാമൊഴിയായി കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിശുദ്ധ ഗീവർഗീസിന് ക്രൈസ്തവ വിശ്വാസികളിടയിൽ, കത്തോലിക്കരുടെ ഇടയിൽ മാത്രമല്ല ഇതര ക്രൈസ്തവ വിശ്വാസികളിടയിൽ വലിയ സ്ഥാനമുണ്ട്. പൗരസ്ത്യ സഭയിൽ, പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ പൗരസ്ത്യ കത്തോലിക്ക സഭകളിലൊക്കെ തോമാസിയെ കഴിഞ്ഞ ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുന്നത് ഗീവർഗീസിനാണ്. നമ്മുടെ സപ്ര പ്രാർത്ഥനയിലായാലും യാമപ്രാർത്ഥനകൾക്ക് അവസാന പ്രാർത്ഥന കാണാൻ സാധിക്കും. തോമാസിയെ കഴിഞ്ഞാൽ അടുത്ത പേര് ഗീവർഗീസിൻ്റേതാണ് പറയുന്നത്. അത്രയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭയിലൊക്കെ ധാരാളം പേര് ഈ നാമം ഉള്ളവരുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ നേരുകയാണ്. വിശുദ്ധ ഗീവർഗീസിൻ്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും വലിയ പ്രചോദനമായി തീരണം. പ്രത്യേകിച്ച് എടുത്തു പറയാൻ നമുക്കറിയാം, നമ്മൾ വിശ്വാസ പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നും ആദിമ കാലഘട്ടത്തെ പോലെ അനേകർ വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, മർദ്ദനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇറാനും ഇറാഖും യമനും മധ്യപൂർവ്വ ദേശങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ ചില രാജ്യങ്ങളിലും എന്തിനേറെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെയും വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്ന അനേകരുണ്ട്. ഈ അവസരത്തിൽ വാഴ്ത്തപ്പെട്ട റാണി മരിയ സിസ്റ്ററിൻ്റെ കാര്യം തന്നെ ഓർക്കുകയാണ്. തൻ്റെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടി വന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ആ രക്തസാക്ഷ്യത്തെ കണക്കാക്കിക്കൊണ്ടാണ് റാണി മരിയ സിസ്റ്ററിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് മാർപ്പാപ്പ ഉയർത്തിയത്. ഇങ്ങനെയുള്ള രക്തസാക്ഷികളുടെ ജീവിതം നമ്മുടെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നമുക്ക് നൽകും. എന്തെല്ലാം പീഡനങ്ങൾ വന്നാലും, പ്രലോഭനങ്ങളുണ്ടായാലും, പ്രതിസന്ധികൾ നേരിട്ടാലും, വെല്ലുവിളികൾ വന്നാലും വിശ്വാസം ഉറച്ചു നിന്ന് അത് സംരക്ഷിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു പോകുവാൻ വിശുദ്ധ ജീവിതം നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോൾ സഭ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നൊരു കാലഘട്ടങ്ങളിലൂടെയാണ്. അപ്പോൾ നമ്മളും ഈ വിശ്വാസത്തെ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. സാധാരണ പറയാറുണ്ടല്ലോ, പീഡനങ്ങളിലൂടെയാണ് സഭ വളരുന്നത്. എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്ന സഭയാണ് യഥാർത്ഥത്തിലുള്ള സഭ. മർദ്ദനമേൽക്കുന്ന ക്രൈസ്തവനാണ് യഥാർത്ഥ ക്രൈസ്തവൻ എന്ന് പറയാറുണ്ട്. മുറിവുകളുള്ള ക്രിസ്തുവാണ് യഥാർത്ഥ ക്രിസ്തു. മഹാനായ ബിഷപ്പ് ഷീൻ്റെ വാക്കുകളാണിത്. അപ്പോൾ നമ്മളും പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ സഭാത്മക ജീവിതത്തിലും വിഷമങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ വിശുദ്ധ ഗീവർഗീസിൻ്റെ ജീവിതത്തെ നമുക്ക് പ്രേരണയായി തീരണം, ശക്തി പകരണം. നമുക്ക് വിശുദ്ധ ഗീവർഗീസിനോട് പ്രാർത്ഥിക്കാം, പിടിച്ചു നിൽക്കാനുള്ള കരുത്തിന് വേണ്ടി, വിശ്വാസത്തിൽ ആഴ്പ്പെടുവാനുള്ള കരുത്തിന് വേണ്ടി. തൻ്റെ സഹജീവികൾക്കും സഹ സൈനികർക്കും ആവേശം പകർന്ന്, ശക്തി പകർന്ന് വിശുദ്ധ ഗീവർഗീസ് ജീവിച്ചതുപോലെ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി കൊടുക്കുവാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഉപകരണങ്ങളായി തീരാൻ നമുക്ക് അത് ദൈവം നമ്മൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും. വിശുദ്ധരുടെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെ ജീവിതത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതമായിരുന്നു. അവരുടെ വാക്കുകളും അവരുടെ ഇടപെടലുകളും പെരുമാറ്റങ്ങളും അവരുടെ പ്രഘോഷങ്ങളുമെല്ലാം നമുക്കും അപ്രകാരം തന്നെ ആയിത്തീരട്ടെ. കർത്താവ് മഹത്വപ്പെടട്ടെ കൂടുതൽ കൂടുതൽ. ഈശോ നീണാൾ വാഴട്ടെ.
സഭ മഹത്വീകരിക്കപ്പെടട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഒരിക്കൽ കൂടി വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. വിശുദ്ധ ഗീവർഗീസിന് മാധ്യസ്ഥത നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. കുടിയേറ്റ ജനതയ്ക്ക് എന്നും വിശുദ്ധ ഗീവർഗീസിനോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടൊക്കെ വലിയ ഭക്തിയുള്ളവരാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് നയിക്കുവാൻ ഗീവർഗീസ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മയും നേരുന്നു. ഈ നല്ല ദിവസത്തിൽ കൃപ വിശുദ്ധ ഗീവർഗീസിൻ്റെ മാധ്യസ്ഥതയുടെ ദൈവം സമർത്ഥമായിട്ട് നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.